ഹലോ, അസ്സാം വലൈക്കും. എന്തെങ്കിലും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പെല്ലാം എങ്ങനെ പറഞ്ഞ് തീർന്നല്ലേ? അപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നൊരു വിഷമം എന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നു പോയി, ഗ്യാസ് കിട്ടുന്നില്ല. ഈ ഒരു വിഷമാണ്. ഞാനിന്ന് നമ്മൾ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും പെരുന്നാൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇളയ ഇറച്ചി 1 കിലോ ബീഫ്, പിന്നെ ഒരു 10ഓളം പച്ചമുളക്, 2 കൂട് വെളുത്തുള്ളി, ഒരു വലിയ വെല്ലുള്ളി അത് കട്ട് ചെയ്തിടുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒന്നും കട്ടൊന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ ഇടുക. പിന്നെ 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. മണിമല്ലിക്ക് പകരം ഞാനിവിടെ പൊടിമല്ലിയാണ് ചേർത്തെടുത്തത്. മണിമല്ലിയാണ് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു കറുത്ത ഏലക്കായില്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ജാതിക്കേൻ്റെ ഒരു കഷ്ണവും, പിന്നെ 2-3 ഗ്രാമ്പ്, പിന്നെ തക്കോലും, പെരിഞ്ചീരകം എല്ലാം ഓരോരോ നുള്ളു മതി, കുറേയൊന്നും വേണ്ട. കുറേ കൂടുമ്പോൾ മസാലേൻ്റെ ഒരു കുത്തലുണ്ടാവും. പിന്നെ നമ്മളെ പട്ട ലീഫില്ലേ, അതിൻ്റെ അതിട്ട് കൊടുക്കുക. ഞാനൊരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് 1 ലിറ്റർ വെള്ളം വേണം ഇതിന്. എന്നിട്ട് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് ശരിക്കും 1 മണിക്കൂറിൻ്റെ മേലെ എടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇളയ ഇറച്ചിയാണ് എന്നാലും. പിന്നെ ഞാൻ ഇത് ശരിക്കും കുറച്ച് വലുപ്പത്തിലാണ് ബീഫ് കഷ്ണം ഇടുക. പിന്നെ പക്ഷേ ഞാനിത് ചെറുതാക്കി ഇട്ടതെന്ന് വെച്ചാൽ വെന്ത് കിട്ടാൻ താമസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കിയിട്ട് ഇട്ടുകൊടുത്തതാണ്. ഇത് കുറേ കത്തി, എന്നിട്ട് ഇത്രയേ തിളച്ചിട്ടുള്ളൂ. ഇതൊന്ന് ശരിക്കൊന്ന് റെഡിയായി വരട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഒരു വലിയ ഉള്ളി നല്ല നെയ്യിൽ പൊരിച്ചെടുക്കുക. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ബുദ്ധിമുട്ടാണ് വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ മന്തിയിലുണ്ടാക്കുമ്പോൾ നമ്മൾ വിറകടുപ്പിൽ അല്ല, മുറ്റത്ത് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഞാനിത് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം നമ്മൾ പകുതിയല്ല, കാഭാഗം മാത്രമേ ഉള്ളൂ വെള്ളം. പിന്നെ അതിൽ ഇറച്ചിയെല്ലാം കോരി മാറ്റി, എന്നിട്ട് നമ്മളിപ്പോൾ ഉള്ളി നല്ല നെയ്യിലാണ് പൊരിച്ചെടുത്തത്. ഇത് നമുക്ക് ചോറിലിട്ട് കൊടുക്കേണ്ട ഉള്ളിയാണ്. ആ എണ്ണയിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തത് അങ്ങനെ തന്നെയാണ് ഇട്ടെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണം, 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി മതി. ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഈ കോരി വെച്ച ബീഫ് മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കുക. ബീഫൊന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകം ചേർത്തണേന്, അത് മറന്നുപോയി, അതുകൂടി ചേർത്ത് കൊടുക്കുക. 2 ഏലക്കായി, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു, പച്ചമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ 1 കപ്പ് തൈര്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കപ്പിൽ, നമ്മൾ ചെറിയ ബൗൾ എടുക്കൂലേ, അത് 1 കപ്പിൽ തൈര് ചേർത്ത്. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനിയിപ്പോൾ ഇതേ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി വിറക് വെച്ചിട്ട് കത്തിക്കുക. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗോൾഡ് സെല്ല ഉണ്ടല്ലോ, അത് 2 മണിക്കൂറിന് മേലെ കുതിർത്ത് വെച്ച്, എന്നിട്ട് അരി പോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ എങ്കിൽ മന്തി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ അരിയാണ്. പെട്ടെന്ന് വെന്ത് പോവുമോ അങ്ങനെ പേടിയൊന്നും വേണ്ട. എന്നാലും ഒരു 3/4 മണിക്കൂറോളം എടുത്ത് ഞാൻ 1/2 ലിറ്ററും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാകത്തിന് ഉപ്പ് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പറയാൻ മറന്നു പോയിട്ടുണ്ട്. അടിപൊളി ചോറാണ്. ഇപ്പോൾ മന്തി തിന്ന പോലത്തെ ഒരു മന്തൊന്നുമില്ല, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ വേറെന്താ, എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ഒരു ടെൻഷനും ഇല്ല. ഫസ്റ്റ് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഗോൾഡ് സെല്ല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ബൈ, താങ്ക് യു.